myself KV Sabu. मैं ऑलरेडी कर्नाटक में एक कंपनी में काम कर रहा हूँ. ഇതിന്റെ കൂടെ ഒരു 8 മാസമായി നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അതിന് ആ ഉപയോഗത്തിലൂടെ അതിന്റെ ഗുണങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നാനോ ടെക്നോളജിയുടെ വശങ്ങളെ കുറിച്ച്, അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് അവതരിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് നമ്മുടെ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്ന നെറ്റ്സർഫ് കേരള എക്സ്പെർട്ട് ട്രെയിനർ മിസ്റ്റർ നിതീഷ് സാറിനെ ഈ ഗ്രൂപ്പിലെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഓക്കെ നിതീഷ് സാർ. ഓക്കെ, താങ്ക് യു സാബു സാർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ നൈസ് ഇൻട്രൊഡക്ഷൻ. അതോടൊപ്പം തന്നെ നമ്മളോട് ഇന്ന് നമ്മുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും നമ്മുടെ റിസൾട്ട് എടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ബെന്നി സാർ നമ്മോട് കൂടിയുണ്ട്. വളരെ സന്തോഷം സാർ. നമ്മളുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അദ്ദേഹം പല രീതിയിൽ നമ്മളോട് സഹായിക്കുന്നതാണ്. അപ്പൊ ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും ഈ ഒരു മീറ്റിംഗ് സെഷനിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാബു സാറിനെയും അതോടൊപ്പം തന്നെ നെറ്റ്സർഫിന്റെ എല്ലാ ലീഡേഴ്സിനെയും സ്നേഹപൂർവ്വം നെറ്റ്സർഫിന്റെ ഈ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആരോ സ്ക്രീനിന് വരയ്ക്കുന്നുണ്ട്. ദയവേത് ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സാബു സാറെ, വരുന്ന ആൾക്കാരെ ഒന്ന് ആഡ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഹോസ്റ്റ് ഉള്ളവർക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള ഒരു ഇതുള്ളത്. ബാക്കി ആർക്കും സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം തരാം. ഓക്കെ, എനിവേ നമുക്ക് 1 മണിക്കൂറാണ് നമ്മുടെ സെഷൻ ഉള്ളത്. കറക്റ്റ് 8:35 ആരംഭിച്ചു. 9:35 തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക്, ഈ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കാർഷിക മേഖലയിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്നതിന് വേണ്ടി നെറ്റ്സർഫിന് സാധിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിലും അതിന്റെ വേരോട്ടങ്ങൾ തുടങ്ങി എന്നതിലും നമുക്ക് അഭിമാനിക്കാം. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ഡൗട്ട്സ് നിങ്ങളോട് ജോയിൻ ചെയ്യിപ്പിച്ചവരുമായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒക്കെ ലഭിക്കുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും ഒക്കെ അവബോധം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എനിവേ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമായി തന്നെ നെറ്റ്സർഫിന്റെ കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അത് കാർഷിക മേഖലയിൽ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാർഷിക മേഖല അതെങ്ങനെ അഭിവൃദ്ധിപ്പെടുന്നു എന്നതും ആ ഉൽപ്പന്നങ്ങളിലൂടെ കാർഷിക മേഖലയിലുണ്ടാകുന്ന സസ്യങ്ങൾക്ക് എങ്ങനെ അഭിവൃദ്ധിപ്പെടുന്നു എന്നതും നമുക്കിവിടെ മനസ്സിലാക്കാം. അങ്ങനെ വരുന്ന ഒരു ടോപ്പിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ റിസൾട്ട് നേടുകയും ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ കർഷകന്റെ ഒരു അനുഭവവും കൂടെ ഇവിടെ വിവരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ് സെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ തീർച്ചയായിട്ടും ഇത് തീരുന്നവരെ നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കടക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കാണും. ഒരു 3 പിക്ചറാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ആദ്യമായി തന്നെ വരുത്തുന്നത്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരിക്കും, കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ബെൻസ്, കേരളക്കാരുടെ ബെൻസ് എന്ന് പറയപ്പെടുന്ന ഒരു വണ്ടിയായിരുന്നു അംബാസഡർ എന്ന് പറയുന്നത്. പക്ഷെ അംബാസഡർ എന്ന് പറയുന്ന കമ്പനി 2013 പൂട്ടുകയാണ് ഉണ്ടായത്. അവർ കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കാതിരുന്നത് കൊണ്ട് അവർക്ക് അതിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 80% വരുന്ന മൊബൈൽ ഉപയോക്താക്കളുടെ ഒരു ലീഡിംഗ് കമ്പനി ആയിരുന്നു നോക്കിയ എന്ന് പറയുന്നത്. പക്ഷെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി നോക്കിയക്കാർ തയ്യാറാവാതിരുന്നപ്പോ ലോകത്തിലെ നമ്പർ 1 മൊബൈൽ കമ്പനിയായ സാംസങ് മാറുകയും നോക്കിയോ അത് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു.
നമുക്കറിയാം പണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നോക്കിയ മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ നോക്കിയ ഉണ്ടോ എന്നൊരു ചോദ്യം ഓരോരുത്തർക്ക് മുന്നിലേക്ക് ആദ്യമായി തന്നെ ഇടുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കൊഡാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി. കൊഡാക്ക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിലെ നമ്പർ 1 ആയിട്ടുണ്ടായിരുന്ന കമ്പനി ഇന്നുള്ള ലോകത്തിലെ സ്ഥാനം എന്ന് പറയുന്നത് നമ്പർ 10 ആണ്. കാലത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി അവർ തയ്യാറാവാതിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് അവരുടെ ബിസിനസ്സിലേക്ക് കൈവന്നു. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയും. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നതും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 23 വർഷക്കാലമായിട്ടല്ല, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സമ്പ്രദായമായി സംസ്കാരമായി മാറിയിരിക്കുന്നത് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രമാണ്. എന്തുകൊണ്ടാണ് അവർ നമ്പർ 1 ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അവർ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ അല്ല, മറിച്ച് ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ മെത്തേഡാണ്. ആ ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ മെത്തേഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ ആയാലും ടാപ്പ് ഇറിഗേഷൻ ആയാലും പോളി ഹൗസ് ആയാലും പോളിയാർ ഒക്കെ ആയിക്കഴിഞ്ഞാലും അതൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും നമ്മൾ ദത്തെടുത്തതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണല്ലോ കേരള ഗവൺമെന്റ് പോലും ഇന്ന് കൃഷിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി അവിടുത്തെ കൃഷി രീതികൾ ഈ കേരളത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നാനോ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ആവിർഭവിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നാനോ ബയോടെക്നോളജി സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് ഇന്ന് കാർഷിക മേഖലയിലേക്ക് വരുവാനും അവിടെ ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കർഷകരിലേക്ക് ഒരുക്കി കൊടുക്കുവാനും സാധിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, 60 വയസ്സ് കഴിഞ്ഞ 70 വയസ്സ് കഴിഞ്ഞ എത്രയോ കർഷകരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി എനിക്ക് ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമാണ് എന്നുള്ളത് ഈ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി ഇന്നത്തെ കർഷകരിലേക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം നമ്മുടെ കമ്പനിയെ കുറിച്ച് ആദ്യമായി തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നിർമ്മിക്കുന്നത് അജയ് ബയോടെക് എന്ന് പറയുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന 1990-ൽ സ്ഥാപിതമായ ഒരു കമ്പനിയാണ്. അതുപോലെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കുണ്ട്. അത് നെറ്റ്സർഫ് റിസർച്ച് ലാബ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കർഷകരിലേക്ക് എത്തുന്നത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കർഷകർക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ റിസൾട്ട് ലഭിക്കും എന്നതിൽ 100% ഗ്യാരണ്ടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം മൈലാബ് എന്ന് പറയുന്നത്, നമുക്ക് മൈലാബ് എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. എന്തുകൊണ്ടാണ്? മൈലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നുള്ള ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഇന്ത്യൻ നിർമ്മിത ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. കൊറോണ കേരളത്തിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ചൈനയിൽ നിന്നായിരുന്നു കൊറോണ കിറ്റ് പോലും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 5000 രൂപ മുതൽ 7000 രൂപ വരെ ചെലവ് വർദ്ധിച്ച കൊറോണ ടെസ്റ്റിംഗ് കിറ്റിലേക്ക് 1000 രൂപയിൽ താഴെ 500 രൂപയിലേക്കും 250 രൂപയുടെ സെൽഫ് ടെസ്റ്റിംഗ് കിറ്റിലേക്കും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി നിർമ്മിച്ചത് കൊണ്ടാണ്. അത് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി, വെർട്ടിക്കൽ ഗാർഡനിന്റെ ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിംഗ് നമ്മുടെ കർഷകരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രൗഡ് ഫീലിംഗോടുകൂടി അഭിമാനത്തോടുകൂടി ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി സാധിക്കും. നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിൽ, മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഓർഗാനിക് സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി എത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അതാണ് US-ലെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായ US എന്ന് പറയുന്ന ഒരു കമ്പനി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ ഗ്രേഡ് 1 ആയി അംഗീകരിച്ചത്. ആ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാർഷിക മേഖലയെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ആ അത്തരത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് ഈ ഉൽപ്പന്നങ്ങളെ റെക്കഗ്നൈസ് ചെയ്ത്, ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യൻ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു,
മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള ലീഡിംഗ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ആ ഉൽപ്പന്നങ്ങളുടെ, ആ കമ്പനിയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കർഷകരിലേക്ക് ഇത് എത്തുമ്പോൾ നമുക്കൊക്കെ അഭിമാനപുരസരം നമുക്കിത് നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകുവാനും ഉപയോഗിപ്പിക്കുവാനും വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പല രൂപത്തിലും പല നിറത്തിലുമുള്ള കുറെ കുപ്പികൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ടാവും. ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു പ്രയോഗത്തിലേക്കുള്ള ഒരു മാറ്റം, ആ മാറ്റം നമുക്കുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗുണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 1 ഏക്കറോ 1.5 ഏക്കർ തോട്ടത്തിലേക്കോ ഒരു ചെറിയ 50 പൈസയുടെ 1 രൂപയുടെ പ്ലാസ്റ്റിക് കൂടിലേക്ക് ഇട്ടുകൊണ്ടുപോയി ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് ലേബർ കോസ്റ്റിനെ 25% മുതൽ 50% വരെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ഈൽഡ് 25% മുതൽ 50% വരെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. എങ്ങനെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ചെലവ് കുറയ്ക്കാം എന്നത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ലേബർ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ ചർച്ച ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും, ബയോഫിറ്റ് അഗ്രി കെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ. ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. DSIR-ന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ഓർഗാനിക് അഗ്രി കെയർ ബയോഫിറ്റ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇമ്പോർട്സ്. എന്താണ് ഇക്കോസെർട്ട് ഇമ്പോർട്സ്? ലോകത്തിലെ തന്നെ ജൈവ കാർഷിക രാഷ്ട്രത്തിന്റെ സംഘടനയായ ഇക്കോസെർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഓർഗാനിക് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അത് നെറ്റ്സർഫ് ആണെന്നുള്ളത്. All products are fully organic, natural, herbal, non-chemical, non-toxic biotechnology and nanotechnology concentrated international export quality products ആണ്. നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്ട്സ് ആണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊജക്ട് ആണ്. നെറ്റ്സർഫ് ഹാസ് ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ഫോർ ഇന്ത്യൻ റെയിൽവേസിനും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്റ്റുകൾ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നോക്കാം, സസ്യങ്ങളിലേക്ക് എത്താം. സസ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഫുഡുകൾ ശേഖരിക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെ, ഓക്സിജനിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ, ഷുഗറിലൂടെ, വാട്ടറിലൂടെ, മിനറൽസിലൂടെ ഒക്കെ ഓരോ സസ്യത്തിനും അതിന്റെ ഫുഡ് ശേഖരിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണ് എലമെന്റ്സ് വേണ്ടത്? സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെയാണ് ഒരു സസ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ട ഘടകങ്ങൾ എന്ന് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, വിൽട്ടിങ്ങും യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, റൂട്ട്സിന്റെ പ്രോബ്ലംസ്. വിൽട്ടിംഗ് എന്ന് പറഞ്ഞാൽ കരിച്ചൽ, ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. രണ്ടാമത് പറഞ്ഞാൽ മഞ്ഞളിപ്പ്. മൂന്നാമത് ഇൻസെക്ട് ആൻഡ് പെസ്റ്റ് അറ്റാക്ക്, സക്കിംഗ് പെസ്റ്റിന്റെയും കാറ്റർപില്ലറിന്റെയും റൂട്ട് പെസ്റ്റിന്റെ ഒക്കെ അറ്റാക്കിംഗ്. ഡിസീസസ് വരാം, വൈറലിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയൽ ഡിസീസസ്. ഓവർഡോസസിന്റെയും വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും കെമിക്കലിന്റെയും ഓവർഡോസസ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇന്ന് പുതിയ ടെക്നോളജി ആവിർഭവിച്ചത്. എന്താണ്? ടാപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സെൻസർ വെച്ചിട്ട് ഒരു സസ്യത്തിന് ആവശ്യമായ വെള്ളത്തെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അത്തരം രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇടയിലേക്ക് ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ആവുന്നത്. അത്തരത്തിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡ്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രോബ്ലംസും നമുക്ക് പരിഹാരമായിട്ട് മാറുന്നത്. നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയിപ്പം കേരളത്തിലല്ല, മറിച്ച് ഇന്ത്യയിലല്ല, എവിടെ ആയി കഴിഞ്ഞാലും ഭൂമിയിലെ എവിടെ പോയി കഴിഞ്ഞാൽ സസ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ട് 3 ഘടകങ്ങളാണ്. അതിൽ വരുന്ന ഒന്നാമത്തെ ഘടകങ്ങൾ എന്നാൽ പ്ലാന്റ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് ഗ്രോത്ത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത്, PGR ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു.
ഇത്രയും 3 ഘടകങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാലാണ് സസ്യത്തിന്റെ ഗ്രോത്തിനെയും അതോടൊപ്പം തന്നെ കൂടുതൽ ഈൽഡ് നമുക്ക് തരാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും എത്തിക്കുന്നതിനും നൽകുന്നതിനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യമായി തന്നെ നമുക്ക് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി സസ്യത്തിന്റെ ആവശ്യമായ മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മൂലകം എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ. രണ്ടാമത് ഉപപ്രധാന മൂലകങ്ങൾ. മൂന്നാമത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. ഈ 3 ടൈപ്പിലുള്ള മൂലകങ്ങളാണ് സസ്യങ്ങൾക്ക് വേണ്ടത്. അതിൽ തന്നെ ആദ്യത്തെ പ്രധാന മൂലകങ്ങളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട 3 മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഉപപ്രധാന മൂലകങ്ങൾ മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്ന് പറയുന്നത്. മൈക്രോ അതായത് സൂക്ഷ്മ മൂലകങ്ങളായിട്ട് വരുന്ന അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയവ 14 മൂലകങ്ങളെ കൃത്യമായിട്ട് സസ്യത്തിന് ലഭിച്ചു കഴിഞ്ഞാലാണ് സസ്യത്തിന് മൂലകങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ NPK. ഈ NPK എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിലൂടെ എങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. NPK ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഖരാവസ്ഥയിലുള്ള നമ്മുടെ ഒരു വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള എത്തുമ്പോൾ 1 ഏക്കർ തോട്ടത്തിലേക്ക് ഒരു 3 ബോട്ടിൽ അല്ലെങ്കിൽ ഒരു 5 ബോട്ടിലേക്ക് നമുക്ക് ചെറിയ സഞ്ചിയിൽ തൂക്കി പിടിച്ചുകൊണ്ട് നമുക്ക് പോയിട്ട് അപ്ലൈ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി. അതോടൊപ്പം മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ സസ്യത്തിന് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് NPK ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അന്തരീക്ഷത്തിലുള്ളത് 78% വരുന്ന മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ്. ആ നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കില്ല? സസ്യത്തിനില്ല. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് സസ്യത്തിന് നൈട്രജൻ കൃത്യമായി ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മണ്ണിന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും 1970 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ രാസവളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചതെന്ന് പറയാം. അതിനുശേഷം 15 വർഷത്തിന് ശേഷം നമ്മുടെ കെമിക്കലിന്റെ ആയുർഭവം ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി സാധിച്ചു. ഈ 2 ഘടകങ്ങളും വന്നു കഴിയുമ്പോൾ ആദ്യ കാലങ്ങളിൽ കൂടുതൽ വരുമാനത്തിലേക്ക് നമുക്ക് പോയി. പിന്നീട് നമുക്ക് മണ്ണിന്റെ ഘടനയിലുണ്ടായ മാറ്റത്തിലൂടെ സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയും മറ്റൊക്കെ നഷ്ടപ്പെട്ടതിലൂടെ പലതരത്തിലുള്ള രോഗങ്ങൾ അറ്റാക്ക് ചെയ്തു. മണ്ണിന്റെ ഘടനയില്ലാത്തതിൽ കൂടുതൽ വരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ നമ്മളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ആ ഒരു രാസവളം എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്കാണുള്ളത്. ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന ഒരു ചിന്തയും നമുക്കുണ്ട്. ആ ഒരു ചിന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് 100% അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞതുപോലെ നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് മണ്ണിലും അന്തരീക്ഷത്തിലും ഉള്ളതിനെ കൃത്യമായി വലിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിങ്, ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ 1 ml = 10 കോടി ബാക്ടീരിയയിലേക്ക് പോകുന്ന തരത്തിലേക്ക് അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. 1 ml = 1 crore, 10 കോടി 10 crore മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മണ്ണിലേക്ക് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള ബാക്ടീരിയകൾ മണ്ണിലേക്ക് ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ 30 വർഷം മുന്നേയുള്ള നമ്മുടെ കാർഷിക സംസ്കാരത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒരുപക്ഷെ ചാണകവളമോ അല്ലെങ്കിൽ മറ്റ് പച്ചിലുകളോ കൊടുത്തിട്ടായിരുന്നു നമ്മുടെ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തിയത്. അന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്ന് നമുക്ക് കൂടുതൽ ഈൽഡ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റം വരുത്തുന്ന തരത്തിലേക്ക് മാറ്റം വന്നപ്പോൾ അതിനെ നമുക്ക് മറികടക്കുവാൻ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത്. ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷൻ ആണ്. ഒരുപക്ഷെ മാർക്കറ്റിൽ പലരും പറയുന്ന അസറ്റോബാക്ടർ ബാക്ടീരിയകളൊക്കെ നമുക്ക് മാർക്കറ്റിലൂടെ ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഹൈലി എഫക്റ്റീവ് ആയ കോൺസെൻട്രേഷൻ നമ്മൾ CFE 1 ml × 10⁻12 എന്ന രീതിയിൽ 12% വരുന്ന കണ്ടൻസ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടേത്. അത് മറ്റ് ഉൽപ്പന്നങ്ങളെ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് കുറക്കുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആ ലേബർ കോസ്റ്റിൽ ഉണ്ടാകുന്ന അമിതമായ കൂലിയിൽ ഉണ്ടാകുന്ന നമ്മുടെ നഷ്ടത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് സാധിക്കുന്നു? ഈ NPK ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി,
ഈ പ്രൊമോട്ട്സ് ഓർഗാനിക് ഫാമിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിലാണ് ഇത് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ നിന്നും ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ്, സ്പ്രേയർ, അതുപോലെ തന്നെ ബക്കറ്റുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നമ്മുടെ സോപ്പ് പൊടിയോ ഉപയോഗിച്ചതായാൽ പോലും നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. ഇലകളിലേക്കോ തടികളിലേക്കോ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഇത് മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് ഇത് പൂർണ്ണമായിട്ടും എത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയോട് ഇതിലുണ്ട്. ഇനി നമുക്ക് ഡ്രമ്മ്, അത്തരത്തിലുള്ള ഡ്രമ്മുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് കല്ലുപ്പ്, മഞ്ഞൾ, അതുപോലെ തന്നെ പുളി എന്നിവ മിക്സ് ചെയ്തുകൊണ്ട് ആ ഡ്രമ്മിനെ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയതിനു ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളത് ഇതൊരു ജീവാണുവളമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ജീവാണുവളത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൂടുതലായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കാണില്ല. അസറ്റോബാക്ടർ ബാക്ടീരിയ നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പയർ ചെടിയുടെ അടിയിൽ ചെറിയ കുമിളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, വേരുകളിൽ. എന്തുകൊണ്ടാണ് അത് കാണുന്നത്? അത് നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ഒരു സസ്യത്തിന്റെ ഒരു ശേഷിയാണത്. അത്തരത്തിൽ ആ ഒരു ശേഷിയെ വർദ്ധിപ്പിക്കുവാൻ സസ്യത്തിന് ആവശ്യമായ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ NPK നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ള വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മളൊരു രാസവളം, നമ്മൾ NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ മണ്ണിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് ഒരു രാസവളം മണ്ണിലേക്ക് ഇടുന്നത് എന്ന് 100% എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുക അല്ലെ, മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുക എന്ന് പറയുമ്പോൾ കൃത്രിമമായി ശ്വാസം കൊടുക്കുക എന്നാണ് അർത്ഥം. ആ കൃത്രിമമായി ശ്വാസം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറാതെ നാച്ചുറൽ ആയിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്നാമത്തെ ഘടകം മൂലകങ്ങളാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പല രീതിയിലും പല രൂപത്തിലുമുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഒരുപക്ഷെ ചാണകവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ആട്ടിൻകാട്ടം ഉപയോഗിക്കാറുണ്ട്, കോഴിവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് കുറെ ജൈവവളങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എല്ലുപൊടി യൂസ് ചെയ്യാറുണ്ട്, വേപ്പുംപൊടി യൂസ് ചെയ്യാറുണ്ട്, സ്ലെറി യൂസ് ചെയ്യാറുണ്ട്, തുടങ്ങിയ നിരവധിയായിട്ടുള്ള, ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വളങ്ങളെയും നമ്മൾ ഇത്തവണ കൊടുത്ത വളമായിരിക്കില്ല അടുത്ത തവണ കൊടുക്കുന്നുണ്ടാവുക. എല്ലാ കർഷകർക്കും അത് മനസ്സിലാകും. അത്തരത്തിൽ വരുന്നതിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതിൽ തന്നെ ആ പേരിൽ തന്നെ അതിന്റെ കണ്ടന്റും കൂടി ഉണ്ട് എന്നുള്ളതാണ്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി, മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സോയിലിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ 5 ടൺ കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളുടെ മിശ്രിതത്തിന് തുല്യമായ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിയാം, 50 കിലോയുടെ 100 ചാക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു തോട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലേബർ കോസ്റ്റ് എത്രയായിരിക്കും നമുക്ക് വരുന്നത്? കയറ്റുകൂലി, അതിന്റെ ഇറക്കുകൂലി, അതിന്റെ വണ്ടിക്കൂലി, അത് കടത്തുകൂലി, അതിനെയൊക്കെ മാറ്റം വരുന്ന 1 ഏക്കർ തോട്ടത്തിലേക്ക് ഒരു കുപ്പി ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി നമുക്ക് വളപ്രയോഗം ചെയ്തു വരാൻ പറ്റുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ആ ഷേത്ത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഷേത്ത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യന്റെ വയറിൽ വിരകൾ ഉണ്ടായിട്ട് ആ വിരകൾ ഉണ്ടായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് മണ്ണിന്റെ pH ലെവലിനെ 6.5 to 7.5 എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗം അത് സസ്യത്തിന് ആവശ്യമായ രീതിയിൽ ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ pH ലെവൽ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇട്ട വളപ്രയോഗത്തെ ഈ വർഷവും നമ്മൾ വളപ്രയോഗം ചെയ്യുവാൻ വേണ്ടി തടം തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദഹന പ്രക്രിയ നടക്കുന്നില്ല.
ദഹനം കൃത്യമായി നടക്കാത്തതിനാൽ വളപ്രയോഗം ആവശ്യമായ രീതിയിൽ സസ്യത്തിന് ലഭിക്കുന്നില്ല. ആ pH ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെ എത്തിക്കുന്നതിനുള്ള വെരി ഇമ്പോർട്ടന്റ് ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? മണ്ണിരകളെ പ്രൊമോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മണ്ണിര ഇന്ന് നമ്മുടെ മണ്ണിലുണ്ട് എന്ന് ഒരാൾക്ക് പോലും പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തുകൊണ്ടാണ്? മണ്ണിരകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിരകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മണ്ണിരകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിര എന്ന് പറയുന്നത് ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ച് മണ്ണിന്റെ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുന്ന കർഷകന്റെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. ഒരു മണ്ണിരയെ രണ്ടായി കഷ്ണിച്ചു കഴിഞ്ഞാൽ, ഒരു മണ്ണിരയെ രണ്ടായി വിഭജിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ആ രണ്ട് ഇതും ജീവിപ്പിച്ചുകൊണ്ട് മണ്ണിൽ കൂടുതലായിട്ട് വളപ്രയോഗം നടത്തുന്നതിനുള്ള വായു സഞ്ചാരം ഉണ്ടാക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. ഇന്ന് ആ മണ്ണിരകൾ ഇല്ലാതിരിക്കുമ്പോൾ, മണ്ണിൽ വായു സഞ്ചാരം കുറയുമ്പോൾ മണ്ണ് മരിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമ്പോൾ അത് മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കാലം അതിക്രമിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും മുന്നിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുവാനും മണ്ണിന്റെ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് ട്രഡീഷണൽ മെത്തേഡിലൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കുമ്മായം എന്ന് പറയുന്നത്. ആ കുമ്മായം നമ്മൾ ഉപയോഗിക്കാതെ നമുക്കിവിടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം കുമ്മായം എന്ന് പറയുന്നത് കക്ക നീറ്റുമ്പോൾ കിട്ടുന്ന ഒരു കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ്. അത് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ മണ്ണിരകളെയും സൂക്ഷ്മജീവികളെയും സൂക്ഷ്മാണുക്കളെയും എല്ലാം നശിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും. അല്ലെ? നമുക്ക് പഴയ രീതിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സൂക്ഷ്മജീവികൾ ഇന്ന് മണ്ണിലുണ്ടോ? പ്രാണികളുണ്ടോ? ഒരുപക്ഷെ തവളയുടെ ചെറിയ വാൽമാക്രി പോലും ഇല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ മണ്ണിന്റെ ഘടന മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസത്തിന്റെയും കെമിക്കലിന്റെയും ഒക്കെ ഒരു റിസൾട്ടാണ് അത് നമ്മളിലേക്ക് ഭവിക്കുന്നത്. അത് മനുഷ്യരിലേക്കും എത്തുന്നു. മനുഷ്യരിലേക്കും അത് രോഗങ്ങളുടെ രൂപത്തിലും മറ്റു രൂപത്തിലും ഒക്കെ അത് മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അതിനുള്ള ഉദാഹരണമായാണ് ഇന്ന് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദുരിത മേഖലയായി പ്രഖ്യാപിച്ച കാസർഗോഡിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിൽ വരുന്ന രീതിയിലേക്ക് ഇന്നും നിരോധിച്ച റൗണ്ടപ്പ് പോലുള്ള കളനാശിനികൾ ഇന്ന് ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റ്സർഫിന്റെ ഓർഗാനിക് ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അത് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കി വളപ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്നത്. ഇത് NPKയുടെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഷേത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ താഴത്തെ ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം. എല്ലാ സസ്യങ്ങൾക്കും അതിൻ്റെതായ പ്രതിരോധ ശേഷിയുണ്ട്. മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയെ നാച്ചുറലായി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. NPK ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ, അതോടൊപ്പം തന്നെ അടുത്ത് വരുന്ന സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കത് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ആ ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ಎಷ್ಟು ಉದ್ದ ಐತೆ? ഇത് നമ്മുടെ മണ്ണിരകളുടെ ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ ആലക്കോട്, കണ്ണൂർ ജില്ല ആലക്കോട് എന്ന് പറയുന്ന മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷന്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയകാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. രാസവളം കൊടുക്കുന്ന ഒരു പറമ്പായിരുന്നത്. അവിടെ മണ്ണിരകളെ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് 4-ാമത്തെ മാസം 2ാമത്തെ തവണ ഉപയോഗിക്കുമ്പോൾ ഇല്ലാതിരുന്ന പ്രദേശത്ത് മണ്ണിരകൾ ലഭിച്ചു.
കർഷക സുഹൃത്തുക്കളെ, എല്ലാവരും കാണുക. നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് 4 പാത്രത്തിലുണ്ടായ ഒരു പരീക്ഷണമാണത്. കുമ്മായവും ഡോളോമേറ്റും അതുപോലെ തന്നെ കക്കപ്പൊടിയും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുമ്മായത്തിലും ഡോളോമേറ്റിലും മണ്ണിരകൾ മരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ മൂലകങ്ങൾ വേണം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. നമ്മൾ മൂന്നാമത്തെ ഘടകങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നങ്ങളിലൂടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേര് മുതൽ കായഫലം വരെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിന്റെ ഘടകത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം സ്റ്റിംറിച്ചിനെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റിംറിച്ച് വേര് മുതൽ കായഫലം വരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സസ്യത്തിന് അടിസ്ഥാനപരമായി 2 വേരുകളാണുള്ളത്. ഒന്നാമതുള്ളത് കറുത്ത വേര്, 2 വെളുത്ത വേര്. ഈ കറുത്ത വേരുകൾ എന്ന് പറയുന്നത് തായ്വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന വേര് എന്ന് നമുക്ക് പറയാം. പക്ഷെ വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് സസ്യത്തിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരാണ് വെളുത്ത വേരുകൾ എന്ന് പറയുന്നത്. ഇന്ന് വെളുത്ത വേരുകളുടെ അഭാവം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കാരണം സസ്യത്തിന്റെ പ്രതലത്തിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ആ വെളുത്ത വേരുകൾ മുരടിച്ചു പോകുന്ന ഒരു ഘടകം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ വെളുത്ത വേരുകളെ പ്രൊമോട്ട് ചെയ്ത് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളെയും വളത്തെയും കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അത് കൃത്യമായി ലഭിച്ചു കഴിയുമ്പോൾ, ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാവ്, മാവ് തുടങ്ങിയവയൊക്കെ അതിന്റെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം ശേഖരിക്കും അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ ശേഖരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ബാക്കി വരുന്ന ഏലമായിക്കോട്ടെ, അതിന്റെയൊക്കെ ഇലകൾ എവിടെയാണോ വ്യാസപ്പെട്ട് കിടക്കുന്നത് അവിടം വരെ മാത്രമാണ് അതിന്റെ വേരുകൾ സഞ്ചരിക്കുന്നത്. ആ വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നതിലൂടെ അതിന്റെ കാണ്ഡത്തിന് കൃത്യമായിട്ടുള്ള ശക്തി രൂപപ്പെടുന്നു. ഇലകൾക്ക് കൃത്യമായി ഫോട്ടോസിന്തസിസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പച്ചപ്പിലേക്കും അതിന്റെ സൈസിലും മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ കായഫലം കൃത്യമായിട്ടുള്ള ഒരേ സൈസിലുള്ള കായഫലം ലഭിക്കുന്നു. അതായത് നമ്മുടെ ഉപയോഗിച്ച ഒരു ജാതിക്കയാണെങ്കിൽ താഴെ വരെ മുകളിൽ വരെയുള്ള എല്ലാ ജാതിക്കയും ഒരേ അളവിലായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഏത്തവാഴയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബനാന ട്രീ ആണെങ്കിൽ അതിന്റെ കൊലകളുടെ സൈസ്, അതിന്റെ പഴത്തിന്റെ സൈസ് താഴെ വരെ മുകളിൽ വരെ ഒരേ സൈസിലായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സ്റ്റിംറിച്ച് ഉപയോഗിക്കുമ്പോൾ. നമുക്ക് നോക്കാം, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പനിയുടെ കമ്പനി പറയുന്നതിലൂടെ വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്കിത് ഉപയോഗിക്കുമ്പോൾ 92% വരെ സീഡ് ജെർമിനേഷൻ നടക്കുന്നു, അതായത് വിത്ത് മുളയ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, നമുക്ക് വെളുത്ത വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് ഈ സ്ക്രീനിന്റെ വലതുഭാഗത്തും പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തത് ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്തുമാണ്. ഈ വലതുഭാഗത്ത് നമ്മുടെ സ്ക്രീനിനെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് സ്റ്റിംറിച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇലകളുടെ സൈസ്, ഇലകളുടെ പച്ചപ്പ്, അതുപോലെ തന്നെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ നമുക്ക് കാണാം മോർ ബ്രാഞ്ചിങ് ആൻഡ് ടില്ലറിങ് ഓഫ് ദ ക്രോപ്പ്. കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാകുന്നു, പച്ചപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ ഇലകളുടെ സൈസിൽ വ്യത്യാസം വരുന്നു, പച്ചപ്പ് ഉണ്ടാകുന്നു എന്നിവയൊക്കെ അതിൽ മാറ്റാം. അതോടൊപ്പം തന്നെ ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും, നല്ല ഫ്ലവറിങ് നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ താഴെ മുകളിൽ വരെയുള്ള ഫ്ലവറിങ്ങിന്റെ സൈസ് ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കായയുടെ സൈസ്, ഗ്രെയിൻ ഫില്ലിംഗിൽ നമുക്ക് കാണാം താഴെ മുതൽ മുകളിൽ വരെ ഒരേ സൈസിലും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്വാളിറ്റി കായായിട്ട് നമുക്ക് ലഭിക്കും. തേങ്ങയുടെ കായ ഉൾബലം വർദ്ധിക്കുന്നു, അടക്കയുടെ ഉൾബലം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സസ്യത്തിന്റെ ആവശ്യമായ കായ്ഫലത്തിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനും സ്റ്റിംറിച്ച് സാധിക്കുന്നു. സ്റ്റിംറിച്ച് ഉപയോഗിക്കുമ്പോൾ
അത് നമുക്ക് സ്പ്രേ ആയിട്ടും ഫോളിയർ സ്പ്രേ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡ്രഞ്ചിങ് NPK-യുടെ ഷേയത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നോക്കിയാൽ വലിയ തെങ്ങുകളിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഈ 5 ഉൽപ്പന്നങ്ങളോട് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ചെറിയ പച്ചക്കറികളോ അല്ലെങ്കിൽ ചെറിയ കവുങ്ങും തൈകളൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ സ്റ്റിംറിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇത് കമ്പനി പറയുന്നതാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കർഷകരുടെ റിസൾട്ടും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഉണ്ടായ റിസൾട്ടും എന്താണെന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് നോക്കാം. 2021 മുതൽ 22, 23 കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിച്ച് 27 മാസം കൊണ്ട് കൊലച്ച ഒരു കവുങ്ങും തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മുടെ മറ്റാരുമല്ല, പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് നമ്മളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട ബെന്നി സാറിൻ്റെതാണ്. അത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ ഉണ്ടായ ഒരു ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കുരുമുളകിൽ ഉണ്ടായ ഒരു ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് നമ്മുടെ മഞ്ഞളിപ്പിൽ മാറ്റം വന്നതാണ്. താഴെ നമ്മൾ ഉപയോഗിക്കാത്തതും മുകളിൽ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരേ തോട്ടത്തിന്റെ 2 വശങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മാറ്റം ഉണ്ടായതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഏലത്തിന് വന്ന ഒരു ഗ്രോത്ത് ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ട് 2 വർഷം പ്രായമാകുന്നതിന് കായഫലം വരുവാൻ വേണ്ടി ആരംഭിച്ചു. ഇത് നമ്മുടെ ഇന്റീരിയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാർഡനിങ്ങിലേക്ക് ഉപയോഗിച്ചാണ്. സ്റ്റിംറിച്ച് മാത്രം സ്പ്രേ ചെയ്തതിന്റെ റിസൾട്ട് ആണ് അവിടെ അടയാളപ്പെടുത്തിയത്. സ്റ്റിംറിച്ച് സ്പ്രേ ചെയ്തതിനു ശേഷം കിട്ടിയ റിസൾട്ട് ആണ്. അതിന്റെ ഇലകളിലേക്ക് പച്ചപ്പില്ലാതെ ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ചെടിയായിരുന്നു അത്. അതിലെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിച്ചത് ചിക്കമംഗ്ലൂരിൽ കിട്ടിയ റിസൾട്ട് ആണ്. ഇത് നെൽവയലിൽ ഉണ്ടായിരുന്ന റിസൾട്ട് ആണ്. ഇത് ഇരിട്ടി ഓടാക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് കിട്ടിയ ഒരു റിസൾട്ട് ആണ് നെൽവയൽ. നമ്മുടെ ഉപയോഗിക്കാത്തത് മുകളിലും ഉപയോഗിച്ചതിൽ ഇടതൂർന്ന് കണപൊട്ടിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ 3 വർഷമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദയഗിരി എന്ന് പറയുന്ന പ്രദേശത്തെ ബേബി ചേട്ടന്റെ ഒരു അനുഭവമാണ്. 40 തെങ്ങുകളാണ്. ആ 40 തെങ്ങുകളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 800-850 തേങ്ങയായിരുന്നു. ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം 1300-1350 തേങ്ങ ഇത് കിട്ടുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് 40 തെങ്ങിനും 800 തേങ്ങ ലഭിച്ചിരുന്ന ഒരു കർഷകന്റെ അനുഭവമാണ് ഇവിടെ കേട്ടത്. അത് 1300 തേങ്ങയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ആർക്ക് വേണമെങ്കിലും പോകാം. അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് റോഡ് സൗകര്യമില്ല. ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗങ്ങൾ കൊണ്ടുപോകുന്ന ഭീമമായ ലേബർ കോസ്റ്റ് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വേട്ടയാടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ വളപ്രയോഗം വളരെയധികം കുറച്ചുകൊണ്ട് ചെലവ് കുറച്ചുകൊണ്ട് ചെറിയൊരു ബോക്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് 8 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തരത്തിൽ മാറ്റം വരുത്തുന്ന ആ ഒരു ടെക്നോളജി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊക്കെ നമ്പറുകൾ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ആർക്ക് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇത് നമ്മുടെ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഉളിക്കലിലെ ഒരു ജോസ് സാറിന്റെ ഒരു അനുഭവമാണ്. ഉപയോഗിക്കാത്ത ജാതിയാണ്. ഉപയോഗിച്ചത് അപ്പുറത്ത് കണ്ടത് ഉപയോഗിക്കാത്തതാണ്. അതിന്റെ വ്യത്യാസം രാവും പകലും പോലത്തെ വ്യത്യാസം മരം തമ്മിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അത് ഒരു സ്മാരകം പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉപയോഗിക്കാത്ത ഒരു ജാതിയായി ഇന്നും ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ പറമ്പ് നോക്കി പോയി കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിപ്പോഴും ആ ഒരു തോട്ടം ഉപയോഗിക്കാത്ത ഒരു ജാതിയെ ഞാൻ പറഞ്ഞത് അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കർഷകന്റെ ആ ഒരു സ്നേഹം നമ്മളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇത് ഞാൻ ഉപയോഗിക്കാതെ വെക്കുന്ന നിതീഷ, നീ പറഞ്ഞിട്ട് എന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട്, എന്റെ തോട്ടം വന്ന് കാണാറുണ്ട്. ആ കാണുന്നവരിലേക്ക് എനിക്ക് കാണിക്കാനുള്ള ഒരു മാതൃക തോട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാതെ ഞാൻ വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് അതിന്റെ റിസൾട്ട് ബോധ്യപ്പെടാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ജോസ് സാറൊക്കെ ഉളിക്കൽ, കണ്ണൂർ ജില്ല ഉളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കർഷകനാണ്. ഇത് നമ്മുടെ ഒരു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. ഞാൻ നിതീഷ് തൊളത്തുവയൽ, നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധിയായിട്ടുള്ള വളപ്രയോഗത്തിലൂടെ മനസ്സുമെടുത്തവരാണ് ഓരോ കർഷകനും. ആ കർഷകന് ആശ്വാസം പകരുന്ന വാർത്തയുമായാണ് 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റ് ഇസ്രായേൽ നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനിക വളപ്രയോഗം. മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളത്തിനു വേണ്ടി ഷേത്ത്, ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് ഉപയോഗിച്ച 14 മാസം പ്രായമായ കവുങ്ങും തൈകളെയാണ് നമ്മളിവിടെ ഒരു 14 മാസം പ്രായമായ ഒരു കവുങ്ങും തൈകളെയാണ് നമ്മളിവിടെ കാണുന്നത്. വളരെയധികം നല്ല രീതിയിൽ മറ്റേത് ഉള്ളത് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇത് നമ്മുടെ കുരുമുളക് ചെടിയിലുണ്ടായ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. വളപ്രയോഗം അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്
മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളത്തിന് വേണ്ടി ഷേത്ത്, ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് ഉപയോഗിച്ച കുരുമുളക് എടിയിലെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. ഹാപ്പി കസ്റ്റമർ. ആ കസ്റ്റമർക്ക് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു 4 മാസം മുന്നേ ഒരു തെങ്ങിൻ തൈകളിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രാപ്പോയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കാണുന്നത് നമ്മുടെ നെറ്റ്സർഫിൻ്റെ NPK, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിച്ചതിൻ്റെ തെങ്ങിൽ കിട്ടിയ റിസൾട്ടാണ്. ഈ തെങ്ങിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഉപേക്ഷിച്ച ഒരു തെങ്ങായിരുന്നു കർഷകൻ. പക്ഷെ നമ്മുടെ NPK, ഷേത്ത്, സ്റ്റിംറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ 3 മാസം കൊണ്ട് പുതുതായി തളിർത്ത തെങ്ങിൻ്റെ ഓലയാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്ത് അത് കരിഞ്ഞുപോയി ആ തെങ്ങ് നഷ്ടപ്പെടും എന്ന് ചിന്തിച്ച ആ ഒരു കർഷകന് വലിയൊരു ആശ്വാസമായിട്ടാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഒരു 4 മാസം മുന്നേ കൊടുത്ത ഒരു പ്രാപ്പോയിലെ മെജോ സാറിന്റെ ഒരു തോട്ടത്തിലെ റിസൾട്ടാണ് നമ്മളിവിടെ കണ്ടത്. അത്തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. നിരവധിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രെയിനിങ്ങിന്റെ സമയവും അതിന്റെ രീതിയും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളത്തിന് വേണ്ടി ഷേത്ത്, അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രൊഡക്റ്റ് BioNanti എന്ന് പറയുന്നതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഴയുടെ ഇലകളെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇലകളിൽ വെള്ളം പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗമ്മറും സ്പ്രെഡറുമായിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സിലിക്കൺ ബേസ്ഡ് സർഫേസ് ആക്ടിവേറ്റ് സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു BioNanti എന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുവാനും ഇലകളുടെ അടിയിലേക്ക് അതിനെ നമ്മുടെ മരുന്നിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ എത്തിക്കുവാനും സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് BioNanti എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതോടെ തന്നെ നമ്മുടെ കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നതാണ്. ആ കീട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. നമുക്ക് കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ ഇൻടാക്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ അതിന്റെ 10,000 ppm ഉള്ള നീം ഓയിലും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് വിത്ത് നാനോ ടെക്നോളജിയാണ്. ഇത് കൃത്യമായിട്ട് നമുക്കൊരു പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് നമുക്ക് ഫംഗൽ ഡിസീസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഫംഗലായിട്ടുള്ള അല്ലെങ്കിൽ വൈറസിന്റെ ഒക്കെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിലാണ് റാപ്പപ്പ് ഉപയോഗിക്കേണ്ടത്. കണ്ണിൽ കാണാത്ത എല്ലാ വൈറസിനെയും ഫംഗസിനെയും നമുക്ക് നശിപ്പിക്കുന്നതിന് വേണ്ടി റാപ്പപ്പ് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അതിലുപരി അതൊരു ഓർഗാനിക് ഉൽപ്പന്നമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുപോലെ തന്നെ കളനാശിനിക്ക് വേണ്ടി എൻകൗണ്ടർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അത് കളയുടെ അതായത് വീടിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 36ലധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സിന്റെയും ന്യൂട്രിയൻസിന്റെ ഒരു മിശ്രിതമുണ്ട്. പശുവിന്റെ പാല് വർദ്ധിക്കുന്നു, പാലിന്റെ കൊഴുപ്പ് വർദ്ധിക്കുന്നു, റീഡിങ് വർദ്ധിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശതാവരിയും മേത്തിയും വിധാരീകരണം ജീവന്തിയുടെയും ഒരു മിശ്രിതമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. വളരെയധികം നല്ല റിസൾട്ടോടുകൂടി പോകുന്നുണ്ട്. പശുവിന്റെ ചാണകത്തിലും മെറ്റബോളിസത്തിൽ പോലും ചേഞ്ച് ആയി വരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. പശുവിനും കോഴികൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന, പട്ടികൾക്കായാലും കുതിരക്കായാലും നമ്മുടെ പോത്തിനായാലും എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് ഫിഷിന്റെ ഫീഡ് സപ്ലിമെന്റിന് വേണ്ടി അക്വാ ഫീഡ്, വെള്ളത്തെ ക്ലിയർ ചെയ്യാനുള്ള അക്വാ ക്ലിയർ, അതുപോലെ തന്നെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ pH ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഘടകങ്ങളോട് ഉൾപ്പെട്ട ഒരു ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് സെഷൻ കേട്ടതിലുള്ള നന്ദി ആദ്യമായി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്നൊരു സമയം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് ഇതിലൂടെ റിസൾട്ട് ലഭിച്ച കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന് പറയുന്ന മാലക്കല്ല് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പ്രിയപ്പെട്ട ബെന്നി സാർ നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങൾ എല്ലാവരും കേൾക്കുക, ഉപയോഗിച്ച രീതി മനസ്സിലാക്കുക, അതിൽ എങ്ങനെയാണ് റിസൾട്ട് ലഭിച്ചതെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ ബെന്നി സാറെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു ബെന്നി സാർ, അൺമ്യൂട്ട് ആൻഡ് സംസാരിക്കാം.
ബെന്നി സാർ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യൂ സാർ, അൺമ്യൂട്ട് ചെയ്യൂ. സാറിനെ അൺമ്യൂട്ട് ചെയ്യാം. സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാം, സംസാരിച്ചോളൂ. ഓക്കെ. ഞാൻ ഇതിനിടയ്ക്കൊന്ന് ഒരു ക്ലാസ്സിൽ ഇതിൽ എന്റെ അനുഭവം പറഞ്ഞതായിരുന്നു. അപ്പൊ ഇപ്പം വളം ചെയ്ത് ഇപ്പൊ അത് വളം ഭയങ്കര ചെടികൾക്ക് വളർച്ച കൂടിയോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. സാധാരണ എല്ലാവരുടെയും ഒരു 3 വർഷം ആകേണ്ട തൈയുടെ വലിപ്പം എല്ലാം കഴിഞ്ഞ് നമ്മള് കവുങ്ങും തൈ എല്ലാം ഇപ്പൊ ഒരു 5 വർഷത്തെ പഴക്കം മാതിരിയായി. അത്രയും വലിപ്പമുള്ള തൈകളായി. എല്ലാം ഏകദേശം ഒരു പകുതി കവുങ്ങും ഈ വർഷം ഇപ്പൊ ചൊട്ടയിട്ടിട്ടുണ്ട്. ഇപ്പൊ 33 മാസം ആയതേ ഉള്ളൂ. ഏകദേശം എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ റബ്ബറിനും കവുങ്ങിനും തെങ്ങിനും ഒരു വളം ഉപയോഗിച്ചു. കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇഷ്ടംപോലെ സാധനം സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോ വളപ്രയോഗത്തിന്റെ സമയം മഴ കഴിഞ്ഞതിന് ശേഷം ചെയ്യാന്നോർത്തോണ്ടാണ്. കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട്, മണ്ണിൽ കൂടുതൽ ജലാംശത്തിന്റെ ആവശ്യം ഇല്ലാത്തത് നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട്, അപ്പോൾ അല്പം മഴ കുറഞ്ഞതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ സാറേ, ഏതിനൊക്കെ കൊടുത്തു അതിന്റെ ഇതൊന്ന് പറയാം. പ്രൊഡക്റ്റാ കൊടുത്തത്? ഞാൻ തെങ്ങിന് 5 ഐറ്റം മേടിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. റബ്ബറിന് ഞാൻ 5 ഐറ്റമാണ് പിന്നെ ഉപയോഗിച്ചത്. കവുങ്ങിന് ഞാൻ അതിന്റെ റാപ്പപ്പ് ചെയ്തായിരുന്നു, റാപ്പപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കവുങ്ങിനും എല്ലാം 4-5 ഐറ്റം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ റാപ്പപ്പ് പിന്നെ കീടനാശിനിക്കായിട്ട് ഉപയോഗിച്ചായിരുന്നു. ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു, അത് സ്പ്രേ ചെയ്ത് കൊടുത്തു. കഴിഞ്ഞ വർഷം ഞാൻ കവുങ്ങിന്റെ അടക്കായയിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്തു. ഈ വർഷം ഞാൻ അത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഒഴിച്ചിട്ടിപ്പോ ഒരു 3-4 മാസമായി. ഇപ്പം വീണ്ടും അത് ചെറിയൊരു കേടിലോട്ട് വരുന്നുണ്ട്. അതിനിപ്പോ അത് ചെയ്യാനുള്ള സമയവും ഇല്ല. അതിന്റെ ആദ്യത്തെ അടയ്ക്കൊക്കെ മൂത്ത് തുടങ്ങി. രണ്ടാമത്തെ അടയ്ക്ക അതിന്റെ ഈ ഇളം കൊലയ്ക്ക് ചെറിയ കേട് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ചെയ്യണമെന്ന് അതിനെ കുറിച്ചൊരു ആലോചനയിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പം കവുങ്ങിന് ചെറിയ തൈകൾക്കൊക്കെ നല്ല വളർച്ചയായിരുന്നു. ഇപ്പം ഒരു 3 വർഷം ആയില്ല. 3 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു 5 വർഷത്തെ വളർച്ച കവുങ്ങിന്റെ തൈകൾ കാണിക്കുന്നുണ്ട്. നല്ല കറുപ്പുണ്ട്, തൈകൾ നല്ല കൊഴുത്താണ് വരുന്നത്, നല്ല കൊലയാണ്. പിന്നെ വലിയ കവുങ്ങിനൊക്കെ നല്ല ഇതുണ്ട്. തെങ്ങിനൊക്കെ കായ കൂടിയായിരുന്നു. റബ്ബറിന് പാല് കിട്ടിയായിരുന്നു. കുഴപ്പമില്ല, നല്ല വളമാണ്. നമുക്ക് ചെലവും കുറവാണ്, ഉപയോഗിക്കാനും എളുപ്പമാണ്. മറ്റ് പണിക്കാരില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് ബെന്നി സാർ. നമ്മുടെ ബെന്നി സാറിന്റെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിൽ വന്ന ഒരു മാറ്റം 2021 മുതൽ അദ്ദേഹം ഉപയോഗിച്ച് 22, 23, 27 മാസം പ്രായമായപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ഇപ്പൊ ഏകദേശം 33 മാസം പ്രായമായി. വളരെ നല്ല ഒരു മാറ്റം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നെറ്റ്സർക്ക് ഉപയോഗിക്കുന്ന ഓരോ കർഷകനും ലഭിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ബെന്നി സാർ? ഇല്ല, കുഴപ്പമില്ല, എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. ഓക്കെ, എല്ലാവരോടും മേടിച്ച് ഉപയോഗിക്കുക. കാരണം ഇത് തന്നെയാണ് നമുക്കിത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഉപരി നമ്മുടെ ഒരു ഓർഗാനിക് സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്കിത് മറ്റുള്ളവരെയും കൂടെ ഉപയോഗിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത കൂടി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ട സംവിധാനങ്ങൾ നമ്മുടെ കമ്പനി ഒരുക്കി തരുന്നുണ്ട്. ഇതിന്റെ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇവിടെ വിളിച്ച ആൾക്കാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെയും അതിന്റെ ഡിസ്കൗണ്ടിൽ തന്നെയാണ് പ്രൊഡക്റ്റ് ഓരോ കർഷകരിലേക്കും എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബെന്നി സാറിനോട് നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നമ്മളൊന്നിച്ച് ഏത് സമയത്തും നമ്മളെ സഹായിക്കുന്ന, ഒരുപക്ഷെ പല ആൾക്കാർക്ക് നമ്പറുകൾ പോലും നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തിരക്കിനിടയിൽ പോലും അദ്ദേഹം അതിന്റെ എക്സ്പീരിയൻസ് കർഷകരിലേക്ക് പറയുകയും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. വളരെയധികം നന്ദി സർ. പ്രിയപ്പെട്ട നമ്മുടെ ദാമോദർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ ദാമോദർ സാർ, നമസ്കാരം.
നമസ്കാരം സാർ, നമസ്കാരം. റേഞ്ച് കുറവാന്ന് തോന്നുന്നു. നമസ്കാരം, നമസ്കാരം. ഓക്കെ ഓക്കെ. ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് കുറവാണ്, അതുകൊണ്ട് വീഡിയോ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ പറ്റില്ല. കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ ഈ ബിസിനസ്, ഈ ഒരു സംവിധാനം, ഈ ഒരു ഓർഗാനിക് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ താമര സാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ നിതീഷ് സർ കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ട് എവിടെ വന്നിട്ടുണ്ട്, റിസൾട്ട് കാണിക്കാൻ എവിടെ ഉണ്ട്. പക്ഷെ ഇത് 100 കണക്കിന് റിസൾട്ടുകളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ ഇതും നമ്മുടെ നിതീഷ് സാറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനം പോലെയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ആയി പോയി. ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് നമ്മുടെ ഈ നെറ്റ്സപ്പിന്റെ പ്രോഡക്റ്റ് ഓരോ വ്യക്തികൾക്ക് എത്തിക്കുന്നതിൽ ഒരു സംശയം നമുക്ക് വേണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ 100%, ഇപ്പൊ നമുക്ക് അറിയാം ഓൾറെഡി ഇസ്രയേൽ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റുകൾ ഓർഗാനിക് സ്റ്റേറ്റ് ആയി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നിശ്ചിതം. ഓൾറെഡി സിക്കിം സ്റ്റേറ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ആയി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. അതിൽ 50% പങ്ക് നമ്മളുടെ കമ്പനികളാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്റ്റേറ്റുകളും നമുക്ക് ഓർഗാനിക് ആയി ചെയ്യണം. കമ്പനിയുടെ ദൗത്യം തന്നെ അത് തന്നെയാണ്. ഏകദേശം 2025 ആകുന്ന സമയത്തിൽ ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 50% ഓർഗാനിക് ആക്കി മാറ്റണം എന്ന് പറയുന്നതാണ് കമ്പനിയുടെ ദൗത്യം. അപ്പൊ അതിലേക്കുള്ള ഒരു പടയോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഓരോരുത്തരും നമ്മളോടൊപ്പം കൈകോർക്കുക. ഓരോ കർഷകൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു താമര സർ. വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സമയമുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഡൗട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരും. നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തവരോട് ചോദിച്ചാൽ മതി. അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ സംസാരിക്കാനും താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്. സാർ, ഇതിന്റെ ഓരോ ഐറ്റത്തിന്റെ വില പറയാൻ പറ്റുമോ? ഇതിൽ വരുന്നത് ഓരോ ഐറ്റത്തിന് എണ്ണ വരുന്ന 600 ആണ്, പീക്ക് 600 ആണ്, കേക്ക് 600 ആണ്, ഷേത്തിന് 1200 ആണ്, സ്റ്റിമറിച്ചിന് 1695 ആണ്, ഇൻടാക്റ്റിന് 1500 ആണ്, റാപ്പപ്പിന് 1500 ആണ്. അതില് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നതനുസരിച്ച് നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. കർഷകർക്ക് നേരിട്ട് ഡിസ്കൗണ്ടിലൂടെയാണ് പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് എവിടുന്നാണ് കമ്പനി നേരിട്ട് അയച്ചു കൊടുക്കുകയോ? വയനാട്ടിലാണെങ്കിൽ നമ്മുടെ ഒരു ബാബു സാർ ഉണ്ട് വയനാട്ടില്. സാറിന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഈ നമ്പറിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സാറിനെ കോണ്ടാക്ട് ചെയ്യും. വയനാട്ടിൽ എവിടെയാണ് സ്ഥലം വരുന്നത്? കേണിച്ചിറ. കേണിച്ചിറ. സാർ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല. ഒന്ന് നമ്പർ പറയാവോ? 934 975 6942. പേരെന്ത്? ഗോപാലകൃഷ്ണൻ സാർ അല്ലേ? 9349 756942 അല്ലേ? ബാബു സാർ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം മീറ്റിംഗിലുണ്ട്. വയനാട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവിടെ നമുക്ക് ചെയ്യാം. ബാബു സാർ എവിടെയാണ്? ബാബു സാറ് നടവയില്, എനിക്ക് തോന്നുന്നു 2ാം മൈലിലാണ്. ഓക്കെ. സാറിനെ കോണ്ടാക്ട് ചെയ്യും. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു.
വേറെ വയനാട്ടിലിത് യെസ് വയനാട്ടിലിത് ചെയ്തിട്ടുള്ള ഫാമേഴ്സ് ആരെ എവിടെയെങ്കിലും കാണാനുള്ളോ? സാർ, ഇത് ഓരോ സ്ഥലത്തേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെത്. ഇത് നമുക്ക് കർണാടകത്തിൽ നിന്നാണ് ഈ ഒരു ബിസിനസ് കേരളത്തിലേക്ക് വന്നത്. കാസർഗോഡ് ജില്ലയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒക്കെ നമുക്ക് നിരവധിയായിട്ടുള്ള റിസൾട്ടുകൾ കാണിക്കാൻ വേണ്ടി സാധിക്കും. വയനാട്ടിലേക്ക് നമുക്ക് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് സാറിനെ പോലുള്ളവർ ഇതിനെ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊരു തോട്ടങ്ങളാക്കി കാണിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടുകളൊക്കെ ഇപ്പോ നമുക്ക് ബത്തേരിക്കടുത്ത് നമുക്കൊരു നമ്മുടെ വിജയ് സാറിന്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും റിസൾട്ട് ഉണ്ട്. പക്ഷെ എങ്കിലും ആരുടെ റിസൾട്ട് അനുഭവങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ച ഒരു വ്യക്തിയുടെ റിസൾട്ടാണ് നമ്മൾ ഇന്നലെ കേട്ടത്. പക്ഷെ എങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം എന്നതിലപ്പുറം നമുക്ക് മറ്റാരുടെയും അനുഭവത്തിലേക്ക് അല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. തീർച്ചയായും ചെറിയൊരു ഭാഗം സാർ ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ട് സാറിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോ നടവയലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോ കൊടുത്ത് വയനാട്ടിലോട്ട് നമ്മളിങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പോ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂര്, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം എല്ലാ മേഖലയിലും കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം വയനാടിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. അടക്കയെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു കാണുവാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് അടക്ക ഇന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിലേക്ക്. അത്രയും ഭീകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. സോ നമുക്കത് ഒന്ന് അങ്ങനെ വരുന്ന ഒരു കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ. പ്രകാശ് സാർ നമസ്കാരം. കണ്ണൂരിലെ ആൾ നമ്പർ ഞാൻ പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. നമുക്കൊരു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഹലോ. യെസ്, ആരാണ്? പെട്ടെന്ന് പറയൂ, സമയമായി. ഞാൻ ഷാഫി എന്ന് പറഞ്ഞ ഇതില് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് ഈ വളം ചെയ്യാം? വർഷത്തിൽ നമുക്ക് ക്രോപ്പിനനുസരിച്ചാണ്, ഏത് ക്രോപ്പാണെന്നുള്ളത് അനുസരിച്ചിരിക്കും നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടത്. അത് നമുക്ക് കവുങ്ങ്, തെങ്ങ് പോലുള്ളവയൊക്കെ ആണെങ്കിൽ വർഷത്തിൽ 3 തവണ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ എല്ലാം ഇപ്പൊ 5 ഐറ്റംസ് ഒപ്പം ചെയ്യണം ചെയ്യുമ്പോ അല്ലെ? 5 ഐറ്റവും ചെയ്യണം. 5 ഐറ്റംസും നമ്മൾ ഓരോ ലിറ്റർ ആകുമ്പോൾ ടോട്ടൽ എത്ര വരിക? അത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ്. സാറെ കോൺടാക്ട് ചെയ്താൽ മതി. സാറിനെ വിളിച്ചവരാരാന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതിന് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. മറ്റേ മാവ് അതുപോലെ മാവിനൊക്കെ ആണെങ്കിൽ വർഷത്തിൽ 3 തവണയാണ്. നമുക്ക് ഇടവളിയായ നമ്മുടെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആനുപാതികമായിട്ട് കൊടുക്കേണ്ടത്. റബ്ബറിനാണെങ്കിൽ വർഷത്തിൽ 2 തവണയാണ് കൊടുക്കേണ്ടത്. കശുമാവിനാണെങ്കിൽ വർഷത്തിൽ 2 തവണയാണ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള സാറൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഹലോ. യെസ് ബിജു സാർ. സാറേ, ഈ സ്റ്റിംറിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് അടിയിലാണോ മുകളിലാണോ? അല്ലെ, സ്റ്റിംറിച്ച് 2 രീതിയിലും കൊടുക്കാം. നമുക്ക് സ്പ്രേ ചെയ്യുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സസ്യങ്ങൾക്കെല്ലാം തന്നെ അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാം. ഇലകളിൽ ചെയ്യുമ്പോ ഇലയുടെ അടിഭാഗത്താണോ അല്ലെ മുകൾ ഭാഗത്താണോ? കുളിപ്പിച്ചടിക്കണം. മൊത്തടിക്കണം അല്ലെ? ഓക്കെ. അപ്പൊ എനിവേ ബാക്കിയുള്ളവര് പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ട് അനുഭവിക്കുക, നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിനെ നെഞ്ചോട് ചേർക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വലിയൊരു റവല്യൂഷന് വേണ്ടി, ഓർഗാനിക് സംസ്കാരത്തെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്നായി പ്രവർത്തിക്കാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെയും കൂടുതൽ വിളവിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു. അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ്, 800 തേങ്ങയിൽ നിന്നും 1300 തേങ്ങയിലേക്ക് എത്തുമ്പോൾ 25 ഷീറ്റിൽ നിന്നും 50 ഷീറ്റിലേക്ക് ഒരു കർഷകന് മാറുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, 1.5 കിൻഡൽ അടക്കയിൽ നിന്നും 2.5 കിൻഡൽ അടക്കയിലേക്ക് ഒരു കർഷകന് മാറുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, 1 കിൻഡൽ ഏലം കിട്ടുന്നിടത്ത് നിന്നും 1.5 കിൻഡൽ ഏലത്തിലേക്ക് ഒരു കർഷകന് മാറുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ കൊടുക്കുന്ന വളപ്രയോഗത്തിലൂടെ നമുക്ക് ലേബർ കോസ്റ്റ് കൂടുന്നതിൽ നിന്നും കുറച്ച് ലേബർ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ,
അത് നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അത് എല്ലാവരും ഉപയോഗിക്കുക എന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനും നമ്മുടെ അനുഭവങ്ങൾ കേട്ടതിനും അനുഭവങ്ങൾ പങ്കുവെച്ച ബെന്നി സാറിനും ഈ ഒരു മീറ്റിംഗ് ഇവിടെ അറ്റൻഡ് ചെയ്ത ഓരോരുത്തർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് മോഡറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട KV സാബു സാറിനുള്ള നന്ദിയും കടപ്പാടും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു.